ഹേ ഗായ്സ്, വെൽക്കം ടു കുലു അൺസ്ക്രിപ്റ്റഡ്. അപ്പോൾ കുലു അൺസ്ക്രിപ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു അപ്പച്ചിടമ്മൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് എല്ലാം റെഡിയാകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെ ഉടുപ്പൊക്കെ എടുത്തിട്ട് റെഡിയാകാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ റെഡിയായി. ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത്. കാരണം കുറേ പേരെ ഒരുക്കാനുണ്ടായിരുന്നു. എല്ലാവരും ഒരുക്കി സെറ്റാക്കി വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ താമസിച്ചു. എന്തായാലും 11:30-12 മണിക്കകത്താണ് മുഹൂർത്തം. അപ്പോഴേക്കും എത്തിയാൽ മതി. എല്ലാവരും നേരത്തെ അങ്ങോട്ട് പോയി എന്നേ ഉള്ളൂ. ഞങ്ങൾ കറക്റ്റ് സമയത്താണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയൊക്കെ സ്ലോ ചെയ്ത് പ്രകൃതി രമണീയതയൊക്കെ കണ്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് സീനില്ല. ഞങ്ങൾ പാലത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് അച്ഛൻ പറഞ്ഞ് എന്തായാലും താമസിച്ചു. അപ്പം 2-3 ഫോട്ടോ ഒക്കെ എടുക്കുന്നെങ്കിൽ നിങ്ങൾ എടുത്തോ പിള്ളേരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. എടുത്ത ഫോട്ടോ കുറേ ഫ്ലോപ്പായിരുന്നു. എനിക്ക് ഈ 2 ഫോട്ടോയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. എൻ്റെ കയ്യിൽ എപ്പോഴും വന്നപ്പെടുന്ന തക്കടുവാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഇവക്കൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയാണ് കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരുമായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കൊച്ചിനെ കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അവിടെ എല്ലാം നടക്കുമായിരുന്നു. ചെറുക്കനും പെണ്ണിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു. താലി കെട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഫസ്റ്റ് പന്തിയിൽ തന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു. കാരണം വിശപ്പ് സഹിക്കാൻ വയ്യായിരുന്നു. ഇതെൻ്റെ വല്യച്ഛനാണ്. വല്യച്ഛൻ ഞങ്ങളടുത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് സദ്യയെപ്പറ്റി. വല്യച്ഛന് കിട്ടുന്ന ഉപ്പേരിയും പപ്പടവും ഒക്കെ എനിക്കും മറിയ ചേച്ചിയൊക്കെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി ഫോട്ടോസൊക്കെ എടുത്ത് ക്ഷീണിച്ച് നടന്നു പോവുകയാണ്. തളർന്നു. അങ്ങനെ കല്യാണത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തിരക്കുകയാണ് ഞാൻ. അങ്ങനെ അവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഉള്ള കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. നല്ല രസമാണ്. നല്ല കാറ്റത്ത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല ഗൈസ്. അത്രയ്ക്ക് മനോഹരമായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് റിസപ്ഷന് വേണ്ടിയിട്ട് ഒരുങ്ങാനുള്ള തത്രപ്പാടാണ് അടുത്ത് നടക്കുന്നത്. വന്ന് കയറി ഒന്ന് കിടന്നുറങ്ങാൻ പോലും സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ഞങ്ങൾക്ക് അടുത്ത റിസപ്ഷനേക്കുള്ള ഒരുക്കിതായി. ഇതാണ് മേക്കപ്പ് ഒക്കെ അയച്ച് ഞങ്ങളുടെ സബി ചേച്ചി. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഞങ്ങളുടെ വല്യമ്മയുടെ മക്കളാണ്. ഞങ്ങളെല്ലാവരും പെണ്ണിനെ കണ്ട് പെണ്ണിന് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നിൽക്കുന്നത്. ഈ മുടി ഇട്ട് ഈ ആട്ടിനെന്ന് പറഞ്ഞാൽ മുടി വെട്ടി. അപ്പം ഈ മുടി വെട്ടിയത് അവരിതുവരെ ചോദിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കുമെന്നും പറഞ്ഞാണ് മുടി ഇങ്ങനെ. അപ്പം റിസപ്ഷൻ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് കേക്കും കൊണ്ട് ആദ്യം ഓടി അകത്ത് കയറി. പിന്നെ മറിയ ശിശുക്കളിൽ കിടിലം പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ചെറുക്കനും പെണ്ണും അവിടെ എവിടേക്കൊക്കെ നടക്കുന്ന കാരണവും എനിക്ക് നല്ല തിരക്കായിരുന്ന കാരണവും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോസൊന്നും അന്നേരത്തെ റിസപ്ഷൻ ലുക്ക് എടുക്കാൻ പറ്റിയില്ല. മെറിയ ചേച്ചിയായിരുന്നു നമ്മുടെ റിസപ്ഷന് ചേച്ചിയെ ഒരുക്കിയത്. അങ്ങനെ പാട്ടും കിടിലം ഫുഡായിരുന്നു ഗൈസ്. ചിക്കനും ബിരിയാണിയൊക്കെ ആയിരുന്നു. അങ്ങനെ പാട്ടും ഫുഡും കേക്കും. ഞാനും പാട്ട് പാടി. ഞാൻ പാട്ട് പാടി വീഡിയോ ആരും എടുത്തില്ലെന്ന് തോന്നുന്നു. എനിക്കിതുവരെ കിട്ടിയില്ല ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം എല്ലാം തീർന്ന് അടിച്ചു പൊളിച്ച് സമാധാനപരമായി കിടന്നുറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.